നമസ്തേ, ധന്യാണ്. കർക്കിടക മാസമാണ് അല്ലേ? നിർത്താതെ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് ടെമ്പറേച്ചർ നല്ലതായിട്ട് ഡ്രോപ്പ് ആവും. അസുഖം പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ അകത്തിരിക്കുന്നതുകൊണ്ട് ആ സമയം കുറച്ച് സ്പിരിച്വലായിട്ടുള്ള ആക്ടിവിറ്റീസിനും ശരീരം ഒന്ന് റെജുവിനേറ്റ് ചെയ്തെടുക്കാനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിസിറ്റിയൊക്കെ കളയാനായിട്ടുള്ള സമയമായിട്ടാണ് മലയാളികൾ ഇതിനെ ഈ ടൈമിനെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോൾ മരുന്ന് സേവ, കർക്കിടക ചികിത്സ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ നാളുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു പ്രധാന ഘടകമാണ് റൈറ്റ് ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് ദഹനശേഷിയൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് ആ സമയത്ത് കഴിക്കുക. അതിൽ ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്, താളുകറി. അത് ഈ കർക്കിടക മാസത്തിൽ പറമ്പിലൊക്കെ നിറയെ ഉണ്ടാവുന്ന ഒരു തരമാണ്. ഇതിനു വേണ്ടി എടുക്കുക. നമ്മുടെ നാട്ടിൽ ഇതിനെ വെളിന്താള് എന്നാണ് പറയുക. നിങ്ങളെന്താ ഇതിനെ പറയുക എന്നുള്ളത് കമൻറ്റിൽ ഇടണേ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് താളുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ഞാനൊരു മീഡിയം സൈസ് ഇലയും കുറച്ച് തണ്ടുകളും എടുത്തിട്ടുണ്ട്. മൂത്ത തണ്ടുകളും ഇളയ തണ്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ തണ്ടിനുള്ളിൽ നിന്ന് പുതിയ ഇലയൊക്കെ മുളച്ചു വരുന്നുണ്ട്, കണ്ടോ? ഇത് കണ്ടോ? ഇതിനകത്തുനിന്ന് ഒരു കറ പുറത്തേക്ക് വരുന്നത് കണ്ടില്ലേ? അത് നമുക്ക് ഒഴിവാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തോല് കളഞ്ഞ് മുറിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇടണം. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ കൊണ്ട് ഇളക്കി കുറച്ച് നേരം കഴിഞ്ഞ് കറിയൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുള്ളൂ. ഇതെങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ നമുക്ക് ഇതിൻ്റെ തോല് വളരെ എളുപ്പത്തിൽ തന്നെ നീക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ തണ്ട് ഏകദേശം 1 സെൻറ്റിമീറ്റർ കനത്തിൽ അരിഞ്ഞിട്ടുണ്ട്, തോല് കളഞ്ഞിട്ട്. ഇലയൊന്ന് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ വെള്ളത്തിലേക്കാണ് ഇട്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 15 to 20 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, താളിൻ്റെ തണ്ടും ഇലയും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. ഇതും പ്രധാനമാണ്. തുവരപ്പരിപ്പ്, പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്. രണ്ടും തുല്യ അളവിൽ വേണം. ഇത് 75 മുതൽ 100 ഗ്രാം വരെ എടുക്കാം. രണ്ടും 30 മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കണം കേട്ടോ. തുവരപ്പരിപ്പ് മാത്രം എടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു അളവിൽ തൂരപ്പരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്തെടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ല രുചിയുണ്ട്. ഒരു വ്യത്യസ്തമായ രുചി ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 30 മിനിറ്റ് നേരം കുതിർത്ത 2 പരിപ്പും മുഴുവൻ അളവിനേക്കാളും 3 ഇരട്ടി വെള്ളം ചേർത്ത് കുക്കറിൽ 3 മുതൽ 4 വിസിൽ വരെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതൊക്കെ കണ്ടോ? തുവരപ്പരിപ്പ് മുഴുവനായിട്ടും കുക്കായിട്ടുണ്ട്. കടലപ്പരിപ്പ് ഏകദേശം 80 to 90% കുക്കായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിരകിയ തേങ്ങ 1 കപ്പ്, ചെറിയ ഉള്ളി മീഡിയം സൈസ് 1, വെളുത്തുള്ളി ഒരേ ഒരു ഇതള് ഒരു മീഡിയം സൈസ്, ജീരകം 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാൻ വെള്ളം ചേർക്കുമ്പോൾ 1/4 കപ്പിൽ കൂടാൻ പാടില്ല കേട്ടോ. കറി ഭയങ്കര തിന്നായിപ്പോകും. താളിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ ധാരാളം വെള്ളം ഉള്ളതാണ്, മറക്കല്ലേ കേട്ടോ. ഈ കറിക്ക് അകത്തേക്ക് വേണ്ട ബാക്കി കഷ്ണങ്ങൾ നോക്കാം. നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം. വലുതാണെങ്കിൽ ഒരു 8 എണ്ണം. ഇനി ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 10 മുതൽ 12 എണ്ണം വരെ എടുക്കാം. നീളത്തിൽ അരിയണം. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുക്കാം. താളുകറി വെക്കുമ്പോൾ പുളിപ്പ് നിർബന്ധമാണ്. തൊണ്ടയിൽ ഇറിറ്റേഷൻ വരാതിരിക്കാനാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം പച്ചമാങ്ങയാണ് പുളിയുള്ളത്. ഇതല്ലാതെ തക്കാളി, വാളൻപുളി, വിലിമ്പി, കുടംപുളി അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇനി വേണ്ടത് 2 പച്ചമുളകാണ്, നീളത്തിൽ കീറിയിട്ടുണ്ട്.
എരിവ് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ, ഇത് രണ്ടും വേണം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ആണ്. കറിയുടെ ടെക്സ്ചർ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. കറിക്ക് വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. ആകെ നമുക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ വേണം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കടുക് 1 ടീസ്പൂൺ, അതിൻ്റെ കൂടെ തന്നെ ഉലുവ 1/2 ടീസ്പൂൺ, കറിവേപ്പില ഒരു 15 മുതൽ 20 എണ്ണം വരെ, ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. വറ്റൽ മുളക് ഒരു 4 എണ്ണം. അടുത്ത നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ അരി. ഞാൻ എടുത്തിട്ടുള്ളത് മട്ടേരിയാണ്. മട്ടേരിക്കാണ് കൂടുതൽ നല്ലൊരു മണം തോന്നിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ. കറിയുടെ ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് ലെവലപ്പ് ആക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേഗം കുക്കിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. ഞാനൊരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് കുക്കർ. ആദ്യം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് അളവ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ പറയാം. അതായത് 3/4 ലിറ്ററിൻ്റെ പാത്രത്തിൽ ഏകദേശം 3/4 ഭാഗത്തോളം വന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കഴിക്കുന്ന താള് എന്ന് പറയുന്നത് കൊളോക്കേഷ്യ എസ്കുലൻറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഈ തണ്ടിന് ഒരു ഇളം പച്ച നിറമായതുകൊണ്ടായിരിക്കാം ഇതിന് വെളിന്താളെന്ന് പറയുന്നത്. മാത്രമല്ല ചിലർ പറയുന്നുണ്ട് ഈ വെളിം പ്രദേശത്ത് കിടക്കുന്നത് കൊണ്ടാണ്, ധാരാളമായിട്ട് വളരുന്നതുകൊണ്ടാണ് ഇതിന് വെളിന്താളെന്ന് പറയുന്നതും എന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. അത് പക്ഷേ വെളിം പ്രദേശത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കറുത്ത സ്റ്റെമ്മുള്ളൊരു താളുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ പറയാൻ വന്നത് ഈ വെള്ള, അതായത് ഈ ഒരു വെറൈറ്റിയിലുള്ള താളിന് കുറേ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന് നല്ല ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചെറിയുള്ളി ചേർക്കാണ്, പച്ചമാങ്ങ. പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമാങ്ങ ഒഴിവാക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പച്ചമാങ്ങ ചേർക്കുമ്പോഴാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തു കേട്ടോ. പൊടികൾ ചേർത്തു. ഉപ്പ് ഞാൻ കുറച്ചേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാൻ ഇലക്ട്രിക് കുക്കറിലാണ് ചെയ്തത്. അതിലൊരു 2 മിനിറ്റ് വേണ്ട, 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ പാകത്തിൽ കിട്ടും. പക്ഷെ നമ്മൾ നോർമൽ കുക്കറാണെങ്കിൽ പോലും പല കുക്കറിനും പല ടൈമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. തിളച്ച് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് ഒന്ന് ഈ കറിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണേ. എന്തിനാന്ന് വെച്ചാൽ ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ അധികമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെവലാക്കി വെച്ച വെജിറ്റബിൾസിൻ്റെ ലെവലിന് 2-3 സെൻറ്റിമീറ്റർ താഴെ നിൽക്കുന്ന തരത്തിൽ വേണം വെള്ളത്തിൻ്റെ ലെവൽ വരാൻ. അത് നിങ്ങൾക്ക് ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കറിയുടെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഞാനിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ വെന്ത് കിട്ടും. ഒരു 1.5 മിനിറ്റ്സിൽ തന്നെ വെന്ത് കിട്ടും. ഇതാ റെഡിയായി കണ്ടോ. ഇനിയിപ്പം നമ്മുടെ തേങ്ങ കൂടി ഒഴിച്ചു കഴിഞ്ഞ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഇനിയിപ്പോൾ ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ, അധികം മഷിയാവട്ടെ. കണ്ടോ, കഷ്ണങ്ങളൊന്നും അങ്ങനെ
ഒരുപാട് ഉടഞ്ഞ് പേസ്റ്റ് ആയിട്ടില്ല. പരിപ്പ് കണ്ടോ, ശ്രദ്ധിച്ചോ? 2 പരിപ്പും വെന്തിട്ടുണ്ട്. പക്ഷേ കടലപ്പരിപ്പ് ഇപ്പോഴും അതിൻ്റെ ആ ഫോം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മളെ കറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിപ്പ് കാണണം. അതാണ് അതിൻ്റെ രസം. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാനിവിടെ ഒരു സർക്കിളിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ വീഡിയോ ബിറ്റ് മിസ്സായി. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഭാഗമാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് തവി വെച്ച് ഒന്ന് ജെന്റിലായിട്ട് അത് പൂർണ്ണമായിട്ട് മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കാൻ പോവാണ്. ചെറുതായിട്ട് കേട്ടോ. നല്ല കാര്യമായിട്ട് തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ ആകെ കൂടി പിരിഞ്ഞു പോകും. ഇത് കണ്ടോ, അടിയിൽ നിന്ന് ചെറുതായിട്ട് ബബിള് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ പുളി കുറഞ്ഞ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വലിയ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടയാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഫ്ലെയിം ഓഫാണ് കേട്ടോ, ചൂടില്ല. ഈ കറിയുടെ ഈ ചൂടിൽ തന്നെ അത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടോ, താളിപ്പ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 2 സ്റ്റെപ്പ് താളിപ്പാണ്. ആക്ച്വലി ഇത് 2 സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അതെന്തിനാണെന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം കേട്ടോ. ഈ ഒരു 2 സ്റ്റെപ്പ് താളിപ്പ് ഇല്ലാതെ ഈ കറി കംപ്ലീറ്റ് ആവില്ല എന്ന് ഞാൻ പറയും. ഷുവറാണ് കേട്ടോ, ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ താളിപ്പിന് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ താളിപ്പിൽ നമ്മൾ മട്ട അരിയും ചെറിയുള്ളിയും മാത്രമേ താളിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം വെളിച്ചെണ്ണ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അത് നന്നായി ചൂടായി കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് മട്ടയരി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടില്ലെങ്കിൽ അരി ഇടുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഫ്ലെയിം കുറച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അരി ചേർത്ത് കൊടുക്കുക. അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം പകുതി പാകമാകുമ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ പകുതി പാകമായിട്ടുണ്ട്. ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. മട്ടയരി ചേർക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. മട്ടയരി പകുതി പാകമാകുമ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സമയത്ത് ബ്രൗൺ കളറായി വരും. ഇനി പച്ചരിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ കനം ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നല്ലൊരു മണമാണ് കേട്ടോ അപ്പം കിച്ചണിൽ. ഇത് ഭയങ്കര ഈ കറീൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. ഇത് കണ്ടോ, രണ്ടും ഏകദേശം ഒരേ സമയത്താണ് രണ്ടും ഗോൾഡൻ ബ്രൗൺ ആയത്. ഇതിപ്പോൾ റെഡിയാണ്. നമുക്ക് കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതവിടെ സെറ്റ് ആവട്ടെ കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് താളിപ്പിലേക്ക് നോക്കാം. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാവുന്നവർക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ രണ്ടായിട്ട് ചെയ്യുമ്പോൾ ഇത് എല്ലാം കറക്റ്റായി വരുന്ന പോലെ തോന്നി. വീണ്ടും പാൻ അടുപ്പത്തേക്ക് ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ ചൂടാവുമ്പോൾ കടുകും ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത് കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഇനി
താളിപ്പിലുള്ള ഹാർഡായിട്ടുള്ള പാർട്ടൊക്കെ ഞാൻ കറിയിലേക്ക് ഇട്ടിട്ട് ഓയിൽ മാത്രം കുറച്ച് സേവ് ചെയ്ത് വെച്ചു കേട്ടോ പാനിൽ. ആ പാനിലുള്ള അതേ ചൂടിലേക്ക്, ആ ചൂടുള്ള എണ്ണയിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡിയാണ്. ഞാൻ കഴിച്ചു നോക്കി കേട്ടോ, എല്ലാം കറക്റ്റാണ്. ഉപ്പ്, പുളി, എരിവ് എല്ലാം കറക്റ്റാണ്. തിക്നെസ് കറക്റ്റാണ്. ടെക്സ്ചർ ഓക്കെയാണ്. അരോമ എല്ലാം കറക്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാ സ്റ്റെപ്പും ഏകദേശം അതുപോലെ ചെയ്താൽ മതി, കറക്റ്റായി വരും. ഉണ്ടാക്കിയിട്ട് പറയണേ. കമൻറ്റ് വീഡിയോയുടെ താഴെ ഇടണം കേട്ടോ എല്ലാവരും. വിഷിംഗ് യു എ ഹാപ്പി ആൻഡ് ഹെൽത്തി ഫുഡ്. ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.